ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോളെ കുറിച്ച് എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ കാണില്ലേ ചേച്ചി. അവൾ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നവളായിരിക്കും. കൃഷ്ണ അവൾക്ക് ഒരുപാട് ഇഷ്ടവും. മതി മതി, ചെന്ന് കിടക്കാൻ നോക്ക്. ആ മുറിവും വച്ച് ഉറക്കം ഇളക്കാൻ നിക്കണ്ട. ഉറക്കം ഉളയ്ക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ട് കൃഷ്ണയുടെ വിളി വരും. ഉറങ്ങിയൊന്നും ചോദിച്ചോണ്ട്. ചോദിക്കാനും പറയാനും മോളുടെ സ്ഥാനത്ത് ഒരാളുള്ളത് ജീവിതത്തിലൊരു രസമല്ലേ ചേച്ചി. എന്നാ പിന്നെ ചേച്ചി പോയി കിടന്നോ. ഹലോ, എവിടെ എത്തി? ദാ ഇപ്പൊ എത്തും. മാണിക്കുഞ്ഞും ഞാൻ പറഞ്ഞ ആളും വെയിറ്റിംഗാ. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ഉണ്ട്. അവിടെ എന്തെടുക്കുക? ഞാൻ മുറിയൊക്കെ നന്നായിട്ട് പരിചയപ്പെട്ട് വെക്കാം. ഇനി മുതല് ഇവിടെയാണല്ലോ. അതെ, വന്ന കാര്യത്തിന് നിൽക്കാതെ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരേണ്ടി വരുമോ? അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. ആ പിന്നെ ആ മാണിക്കുഞ്ഞിനോട് പറഞ്ഞേക്കണം, രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ നിൽക്കണ്ടെന്ന്. ഫോണേ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കും. അതെന്തിനാ? ഇന്ന് രാത്രി നമുക്കിടയിൽ ഒരു ഫോണിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ വന്ന് കയറുമ്പോ ചുറ്റുള്ള ആൾക്കാരോട് കൂടി വിളിച്ചു പറയാം, സൈലന്റ് ആയിരിക്കണം, നവീനും ഗാഥയും തമ്മിൽ ഒന്നിക്കാൻ പോവാണെന്ന്. എന്താ പോരെ? പോ നവീൻ. എടോ, ഞാൻ എത്തി. എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ഓക്കെ, ലവ് യു. ലവ് യു ടു. എന്താ ഇവളുടെ ഉദ്ദേശം? വല്ലാത്തൊരു പുറപ്പാടാണല്ലോ. എന്തടി? നിർമ്മലെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ പുറകെ നവീന്റെ കൽപ്പനയും വരും. ഇവിടെ നിറയിക്കോളാം. അതിപ്പോ മുൻവശത്തൂടെ വേണോ പിറകുവശത്തൂടെ വേണോ എന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. എന്താ നിന്റെ സങ്കടം? അത് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. അസുഖമൊക്കെ മാറി നവീനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുമായിട്ട് ഒരുത്തി വന്ന് കേറിയിട്ടുണ്ടല്ലോ. മുല്ലപ്പൂവും പുതുവസ്ത്രവും ഒക്കെ അണിഞ്ഞ് അവള് നവീനെ കാത്തു നിൽക്കുക. നിനക്കെന്ത്? ആ, നവീനും അവളും ഒരുമിച്ചൊരു മുറി കിടന്ന് ഉറങ്ങിയ പിന്നെ എനിക്ക് സ്വപ്നം കാണാൻ പോലും എന്തെങ്കിലും ഉണ്ടോ? എടി, അവര് ഭാര്യാഭർത്തക്കന്മാരല്ലേ? അവര് ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത്? ഉദേട്ടാ, പൊട്ടത്തരം പറയാതിരിക്കെ. അതെ, ഇത്രയും കാലം നമ്മൾ ഇവൾക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. എന്നിട്ട് ഒരു ദിവസം എല്ലാം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവാ? എന്ത് വേണമെന്ന് നീ പറയുന്നത്? അവരൊരുമിച്ചൊരു മുറിയിൽ ഉറങ്ങാൻ പാടില്ല. അതിലെന്തെങ്കിലും ഒരു മാർഗം പറ. അതിപ്പോ മാർഗം എന്താന്ന് വെച്ചാല്, പണ്ട് ഗാഥയ്ക്ക് കൊടുത്ത ഗുളികൾ കുറച്ചിരിപ്പുണ്ട്. അതെടുത്ത് നമുക്ക് അരച്ച് കലക്കിയാലോ? അരച്ചു കലക്കി സ്വന്തമായിട്ടും കുടിച്ചാ മതി. അവള് ഭക്ഷണത്തിന് മുമ്പല്ലേ ഗുളിക കഴിക്കുന്നത്. അവള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും നിർമ്മലേ? അത് പറ നിർമ്മലേ. നമുക്ക് പഴയ പാമ്പിന്റെ പരിപാടിയായിട്ടൊന്ന് ഇറങ്ങിയാലോ? അതിനെവിടുന്ന പാമ്പ്? എവിടുന്ന പാമ്പാട്ടി? എന്റെ മോളെ ചെയ്യണോന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലേ അതിന് പാമ്പ് തന്നെ വേണമെന്നില്ല. അത് നിന്റെ അമ്മയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. ഉദേട്ടാ,
പാമ്പെങ്കി പാമ്പ്, പക്ഷെ പിടിക്കപ്പെടാതെ നോക്കണം. പിടിക്കപ്പെടൂല, അത് ഞാനായിട്ട്. എനിക്കെന്നാലും നിങ്ങൾ എത്ര വിശ്വാസം പോരാ. നിങ്ങളുടെ കൈയും കാലും വളച്ച് നിങ്ങൾ എന്തെങ്കിലും അബദ്ധം കാണിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. അത് ശരിയാണ് നമ്മളെ. ദുഷ്ടതകൾ കാണിക്കുന്ന കാര്യത്തിൽ നിന്നോളം മിടുക്ക് എനിക്കില്ല. അതുകൊണ്ട് നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നേ? അത് പറ. പറയാനൊന്നുമില്ല, ചെയ്യുന്നതങ്ങ് കണ്ടാ മതി. വാ.